السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول النبي الكريم أما بعد. بسم الله നമ്മളിന്ന് മദ്ഹബുകളെ സംബന്ധിച്ച് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, അതിനെക്കുറിച്ചുള്ള നമ്മുടെ നയം എന്തായിരിക്കണം എന്ന് പറയാമെന്ന് വിചാരിക്കുക. മദ്ഹബ് നമ്മൾ സ്ഥിരമായി കേൾക്കുന്നതാണ്. ഷാഫിഈ മദ്ഹബ്, ഹനഫി മദ്ഹബ്, ഹംബലി, മാലിക്കി മദ്ഹബ്. നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ഇന്ത്യയിൽ പൊതുവെ ഹനഫി മദ്ഹബിന്റെ അനുസരിച്ച് ജീവിക്കുന്നവരാണ് കൂടുതൽ. പിന്നെ കേരളത്തിലാണെങ്കിൽ ഷാഫിഈ, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബ് അനുസരിക്കുന്നവരാണ് കൂടുതൽ. അപ്പൊ എന്താണ് മദ്ഹബ്, അതിനെ സംബന്ധിച്ച് നമ്മൾക്കൊരു ധാരണ ഉണ്ടാവണം. ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാ ഹിജ്റ 150 മരിച്ചയാളാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 179 മരണപ്പെട്ടയാളാണ്. ഇമാം ഷാഫിഈ റഹ്മഹുല്ലാ ഹിജ്റ 204 മരണപ്പെട്ടു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഹിജ്റ 241, 150, 179, 204, 241. അപ്പൊ ഈ മഹാന്മാരിലേക്ക് ചേർത്താണ് മദ്ഹബുകൾ, 4 മദ്ഹബുകൾ അറിയപ്പെടുന്നത്. സഹാബാക്കളുടെ കാലത്ത് തന്നെ അവരെ സഹാബാക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, അതേപോലെ ഖുർആനിന്റെ ആയത്തുകൾ, ഇതിന്റെ വിശദീകരണങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സഹാബാക്കളുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു. വിവിധ ശൈലികളിൽ അമൽ ചെയ്തിരുന്നു. കാരണം അത്തരത്തിലുള്ള ഒരു ഇലാസ്തികത ഉള്ള നിലയിലാണ് പരിശുദ്ധ ദീനിനെ അല്ലാഹു തആല നമ്മൾക്ക് തന്നത്. ഒരഭിപ്രായ വ്യത്യാസവും ഉണ്ടാകാൻ പറ്റാത്ത നിലയിൽ അതിനുള്ള പഴുതുകളില്ലാത്ത നിലയിൽ ദീനിന്റെ നിയമങ്ങളെ നമ്മൾക്ക് അറിയിച്ചു തരാൻ അള്ളാഹുവിന് കഴിയും. പക്ഷെ അള്ളാഹു തആല അത്തരത്തിൽ വ്യത്യസ്ത വീക്ഷണങ്ങളും വ്യത്യസ്ത പ്രവർത്തന രീതികളുമെല്ലാം സ്വീകരിക്കാൻ പറ്റുന്ന നിലയിൽ ദീനിനെ നിലനിർത്താനാണ് അള്ളാഹു തആല വിചാരിച്ചത്. സമൂഹത്തിന് എളുപ്പത്തിനു വേണ്ടി പരിശുദ്ധ ഇസ്ലാമിനെ അനുകരിക്കുന്ന അനുയായികൾക്ക് എളുപ്പമുണ്ടാകാൻ വിചാരിച്ചു. അതുകൊണ്ട് അള്ളാഹു തആല ഇത്തരത്തിലുള്ള വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടാകത്തക്ക നിലയിൽ കൂടിയാണ് ഖുർആനിനെ ഇറക്കിയത്. ഖുർആനിലും ആയത്തുകളുടെ വിശദീകരണങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടാകാം. പ്രവാചകന്റെ അമലുകളും അത്തരത്തിലാണ്. അല്ലാമ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, സഹാബാക്കൾ തങ്ങളുടെ നമസ്കാരം കണ്ട സഹാബാക്കൾ തന്നെ തങ്ങൾ വ്യത്യസ്ത നിലയിൽ നമസ്കരിച്ചതായിട്ട് കണ്ടു. അവരും ആ വ്യത്യസ്തതയെ സ്വീകരിച്ചു. കാനൂ യുസല്ലൂന താറത്തൻ ബിൽ ജഹരി ബിൽ ബസ്മല. ചിലർ സഹാബാക്കൾ ബിസ്മില്ല ഉറക്കെ ഓതി നമസ്കാരത്തിൽ ഫാത്തിഹയിൽ, താറത്തൻ ബിഗൈരി ജഹരി, ചിലർ ഉറക്കെ അല്ലാതെ ഓതി, താറത്തൻ ബിസ്തിഫ്താഹിൻ, ചിലർ വജ്ജഹത്തുവും ഒക്കെ ഓതി നമസ്കരിച്ചു, താറത്തൻ ബിഗൈരി ഇസ്തിഫ്താഹിൻ, ചിലർ വജ്ജഹത്തു, അതേപോലെ
ആരംഭത്തിലുള്ള ദുആ ഇല്ലാതെ നമസ്കരിച്ചു. ചിലർ 3 സ്ഥലങ്ങളിൽ കൈ ഉയർത്തി നമസ്കരിച്ചു. റുക്കൂയിലേക്ക് പോകുമ്പോഴും റുക്കൂയിൽ നിന്ന് ഉയരുമ്പോഴും മൂന്നാമത്തെ റക്അത്തിലേക്ക് ഉയരുമ്പോഴും കൈ ഉയർത്തിയിരുന്നു നമസ്കാരത്തിൽ. വതാറത്തൻ ബിഗൈരി റഫിൻ, ചിലർ കൈ ഉയർത്താതെയാണ് ചിലപ്പോൾ നമസ്കരിച്ചത്. ചിലർ നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുമ്പോൾ 2 സലാം, വലതോട്ടും ഇടത്തോട്ടും 2 സലാം ചൊല്ലി നമസ്കാരം പൂർത്തിയാക്കി. ചിലർ ഒരു സലാം മാത്രം ചൊല്ലി നമസ്കാരം പൂർത്തിയാക്കി. ചിലർ നമസ്കാരത്തിന്റെ ഇമാമിന്റെ പിന്നിൽ ഫാത്തിഹ ഓതി നമസ്കരിച്ചു. വതാറത്തൻ ലാ യഖറഊൻ, ചിലപ്പോൾ അത് ഓതാതെ നമസ്കരിച്ചു. ചിലർ ജനാസ നമസ്കാരത്തിൽ 7 തക്ബീർ പറഞ്ഞു, ചിലപ്പോൾ 4 പറഞ്ഞു. കാന ഫീഹിം മൻ യഫ്അലു ഹാദാ വഫീഹിം മൻ യഫ്അലു ഹാദാ, സഹാബാക്കളിൽ ചിലർ അങ്ങനെ ചെയ്തു, ചിലർ ഇങ്ങനെ ചെയ്തു. കുല്ലു ഹാദാ സാബിത്തുൻ അനി സഹാബ, ഇതെല്ലാം സഹാബാക്കളിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. വഖിലാഹുമ സാബിത്തുൻ അനി നബി, ഇവ രണ്ടും തങ്ങളിൽ നിന്നും സ്ഥിരപ്പെട്ടതാണ്. അപ്പൊ ഈ 2 രീതിയും തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടത് കൊണ്ട് 2 രീതികൾ സഹാബാക്കൾ സ്വീകരിച്ചു. ചിലർ അങ്ങനെ, ചിലരിങ്ങനെ. അഭിപ്രായ വ്യത്യാസത്തിന്റെ പല വിഷയങ്ങളിലും ഇത്തരത്തിലുള്ള വ്യത്യസ്തത പ്രവാചകൻ തന്നെ ചെയ്തതാണ്. പ്രവാചകനിൽ നിന്ന് സഹാബാക്കൾ മനസ്സിലാക്കിയതാണ്. ഇത്തരത്തിൽ ഇമാമിയങ്ങളിലേക്ക് എത്തുമ്പോൾ ആദ്യകാലത്ത് തന്നെ ഇസ്ലാമിക കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ തന്നെ ധാരാളം വിഭിന്ന അഭിപ്രായങ്ങളും അതും ഇതുമെല്ലാം ഉടലെടുത്തു. അപ്പോ അന്ന് അല്ലാഹു തആല മഹാന്മാരായ പണ്ഡിതന്മാരുടെ മനസ്സിൽ കർമ്മശാസ്ത്ര നിയമങ്ങളെ എഴുതി അതിന്റെ തെളിവുകളും എല്ലാം കണ്ടുപിടിച്ച് അതിനുള്ള ഉസൂലുകൾ, ആ കർമ്മശാസ്ത്ര നിയമങ്ങളെ നിർദ്ധാരണം ചെയ്തെടുക്കുന്നതിന് വേണ്ടിയുള്ള തത്വങ്ങളും നിയമങ്ങളും പൊതുതത്വങ്ങളുമെല്ലാം എഴുതി അതിന്റെ തെളിവുകളിലൂടെ എഴുതുകയും അത് കണ്ടുപിടിച്ച് രേഖപ്പെടുത്തുകയും ചെയ്യാനുള്ള ഒരു ചിന്ത ഇട്ടുകൊടുത്തു. ഇമാം അബൂ ഹനീഫ റഹിമഹുള്ളയാണ് ആദ്യമായിട്ട് 40 പണ്ഡിതന്മാരുടെ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ഇത്തരത്തിൽ ഇസ്ലാമിക നിയമങ്ങളെ, ആരാധനകളും മുഅമലാത്തുകളും എന്ന് പറഞ്ഞാൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട എല്ലാ ഇസ്ലാമിന്റെ നിയമങ്ങൾ മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളുമായി ഇടപെട്ടതാണ്. എല്ലാ സ്ഥലത്തുമുള്ള അള്ളാഹുവിന്റെ നിയമം, അത് മനുഷ്യന്റെ വ്യക്തി ജീവിതമാവട്ടെ, സാമൂഹ്യ ജീവിതമാവട്ടെ, ആരാധനാ ജീവിതമാവട്ടെ, രാഷ്ട്രീയ ജീവിതമാവട്ടെ, അവരുടെ യുദ്ധ കാര്യങ്ങളാവട്ടെ, സമാധാനമാവട്ടെ, സന്ധിയാവട്ടെ, അങ്ങനെ ലൈംഗിക ജീവിതം, അതേപോലെ എല്ലാ വിഷയങ്ങളിലും അള്ളാഹുവിന്റെ നിയമമുണ്ട്. ആ നിയമങ്ങളിൽ സംബന്ധിച്ച് അല്ലെ ഖുറാനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ പരിഹാരങ്ങൾ കണ്ടുപിടിക്കുക, അതിനെ രേഖപ്പെടുത്തുക എന്നുള്ള നിലയിൽ അവർ ഭയങ്കരമായ ത്യാഗം ചെയ്തു. ഏറ്റവും ആദ്യം ആ വിഷയത്തിൽ അല്ലാഹു തആല തൗഫീഖ് നൽകിയത് ഇമാം അബൂ ഹനീഫയ്ക്ക്. അതിനുശേഷം മറ്റിമാമിയങ്ങൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ പോലുള്ളവരൊക്കെ ഈ മാർഗത്തിൽ ഭയങ്കരമായ ശ്രമം നടത്തിയ മഹാത്മാക്കളാണ്. അവരൊക്കെ ചെയ്തത് ഇത് തന്നെയാണ്. മനുഷ്യന്റെ മുഴുവൻ ജീവിതവുമായി ബന്ധപ്പെട്ട മേഖലകളുമായി ഉള്ള നിയമങ്ങളെ എഴുതുകയും രേഖപ്പെടുത്തുകയും ചെയ്തു. പിന്നെ അവരുടെ ശിഷ്യന്മാർ ഓരോരോ സമയങ്ങളിൽ വീണ്ടും പുതുതായി വരുന്ന ആവശ്യങ്ങൾ, പ്രശ്നങ്ങൾ, അവകളെ പറ്റി പഠിക്കുകയും അതിന്റെ നിയമങ്ങളും കൂടി അതിനോട് ചേർക്കുകയും ചെയ്തു. ഇങ്ങനെ ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 മദ്ഹബ് എന്ന് പറയുന്നത് ആരും അറിഞ്ഞുകൊണ്ട് ആ 4 മദ്ഹബിൽ ചുരുക്കിയതല്ല, അള്ളാഹുവിന്റെ ഏർപ്പാടാണത്. വേറെയും ഇമാമിങ്ങൾ കർമ്മശാസ്ത്ര രംഗത്ത് വിശാരദന്മാരായ മഹാപണ്ഡിതന്മാർ അന്നുണ്ടായിരുന്നു. ഇമാം ഔസാഇ, ഇമാം സുഫിയാൻ സൗരി, ഇമാം സുഫിയാൻ ബിൻ ഉയൈന, ഇമാം അബ്ദുല്ലാഹി ബിൻ മുബാറക്ക്, ഇതേപോലുള്ള അനവധി പണ്ഡിതന്മാർ അക്കാലത്ത് ജീവിച്ചിരുന്നു. കർമ്മശാസ്ത്ര നിയമങ്ങൾ അവർ പറയുകയും എഴുതുകയും ചെയ്തിരുന്നു. പക്ഷേ അവരുടെ ശിഷ്യന്മാർ അതെല്ലാം എഴുതി വെക്കുകയോ അത് ക്രോഡീകരിക്കുകയോ ഒന്നും ചെയ്തില്ല. അങ്ങനെ ഒരു മഹാന്റെ 10-200 മസല രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ 100 മസലകൾ, 50 മസലകൾ. അദ്ദേഹം ചർച്ച ചെയ്ത കുറെ മസലകൾ മാത്രമാണ് രേഖപ്പെടുത്തപ്പെട്ട നിലയിൽ കിട്ടിയിട്ടുള്ളത്. അപ്പൊ അത് വികസിച്ചില്ല, വികസിപ്പിക്കാനുള്ള ശിഷ്യന്മാർ അവർക്കുണ്ടായില്ല. അങ്ങനെ ആ മദാഹിബുകൾ ഇല്ലാതായി. അങ്ങനെ ധാരാളം മദ്ഹബുകൾ, ഫിഖ്ഹി വീക്ഷണങ്ങൾ, അഭിപ്രായങ്ങൾ അക്കാലത്ത് ഉടലെടുത്തുവെങ്കിലും
പക്ഷെ ഈ 4 ഇമാമിയങ്ങൾക്കാണ് അത് ക്രോഡീകരിക്കുവാനും അവരുടെ നിയമങ്ങൾ എഴുതി വെക്കുവാനും അത് വികസിപ്പിക്കുവാൻ പറ്റുന്ന നിലയിൽ കൂടിയുള്ള ശിഷ്യന്മാരെ പിന്നീട് ലഭിക്കുകയും അത് പിന്നീട് അടുത്തടുത്ത കാലഘട്ടങ്ങളിലേക്ക് വരുമ്പോഴും അതിൻ്റെ അനുസരിക്കുന്നവരും അനുകരിക്കുന്നവരും പ്രചാരകരും വളർത്തുന്നവരും ഒക്കെ ലഭ്യമായത് ഈ 4 മദ്ഹബുകൾക്കാണ്. ആരും അറിഞ്ഞുകൊണ്ട് ഈ 4 മദ്ഹബിനെ ആദ്യം തന്നെ കൂടിയാലോചിച്ച് മഷൂറ ചെയ്ത് നമുക്കും 4 മദ്ഹബ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഉണ്ടാക്കപ്പെട്ട മദ്ഹബുകളല്ല. അങ്ങനെ ഓരോരോ പ്രദേശങ്ങളിൽ അവരവരുടെ ശിഷ്യന്മാർ വികസിച്ചു വളർന്നു. ആ പ്രദേശങ്ങളിലേക്ക് ആ വീക്ഷണം അല്ലെ ദീനിയായ കാര്യങ്ങളിൽ ആ വീക്ഷണമുള്ളവർ പോവുകയും ചെയ്തു. ഇത് സഹാബാക്കൾ കാലം മുതൽ തന്നെ ദീനിയായ കാര്യങ്ങളിൽ കൃത്യമായ നിർദ്ദേശം വരാത്ത കാര്യങ്ങളിൽ ഗവേഷണം ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അനുവാദം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിരുന്നു. അള്ളാഹുവിന്റെ പക്കലിൽ നിന്ന് ചിലപ്പോൾ നിയമം വരാത്ത വിഷയങ്ങളിൽ പ്രവാചകനും ഗവേഷണം ചെയ്തിട്ടുണ്ട്. പ്രവാചകൻ പിന്നെ ഗവേഷണം ചെയ്ത് തെറ്റിയാലും അള്ളാഹു അത് തിരുത്തും. പിന്നെ സഹാബാക്കൾക്കും അതിനുള്ള അനുവാദം കൊടുത്തു. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ ഗവർണറായി നിയോഗിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ഞാൻ അള്ളാഹുവിന്റെ കിതാബിൽ അനുസരിച്ച് വിധിക്കും, കിതാബിൽ കണ്ടില്ലെങ്കിലോ പ്രവാചകന്റെ സുന്നത്തനുസരിച്ച് വിധിക്കും എന്ന് റസൂലിനോട് മറുപടി പറയുകയാണ്. ഇനി അവിടെ നീ കണ്ടില്ലെങ്കിലോ ഞാൻ എൻ്റെ ഗവേഷണം ചെയ്യും, ഖുർആനിന്റെയും സുന്നത്തിനെയും മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹു തന്ന ബുദ്ധി ഉപയോഗിച്ച് ഞാൻ നിയമങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു. പ്രവാചകന്റെ എൻ്റെ ദൂതന് അള്ളാഹുവിന്റെ ദൂതൻ ഇഷ്ടപ്പെടുന്ന കാര്യത്തിന് തൗഫീക്ക് നൽകി അള്ളാഹുവിന് സ്തുതി എന്ന് പ്രവാചകൻ തന്നെ പറയുക. അപ്പൊ ഗവേഷണം ചെയ്യാനുള്ള അനുവാദം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ സഹാബത്തിന് നൽകിയിരുന്നു. കൃത്യമായ നിയമം കിതാബ് സുന്നത്തിൽ വരാൻ എല്ലാ വിഷയങ്ങളിലുമുള്ള നിയമങ്ങൾ ഇതില്ല, ഖുർആനിലും സുന്നത്തിലും ഇല്ല. അപ്പൊ അത് മനുഷ്യന്റെ ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിക്കാനുള്ള അനുവാദം തന്നിരിക്കുകയാണ്. ഉസൂലുകൾ അടിസ്ഥാന കാര്യങ്ങളാണ് ഖുർആനിലും സുന്നത്തിലും ഉള്ളത്. അതിനെ മുന്നിൽ വെച്ചുകൊണ്ട് ആവശ്യാനുസരണം വികസിപ്പിച്ച് നിയമങ്ങൾ കണ്ടുപിടിക്കാനുള്ള അനുവാദം തന്നിരിക്കുകയാണ്. റസൂലുള്ളാഹി തന്നെ ഒരിക്കൽ സഹാബാക്കളോട് പറഞ്ഞു, നിങ്ങൾ ബനു ഖുറൈളയിലേക്ക് യുദ്ധത്തിന് വേണ്ടി പോകണം, അവിടെ എത്തിയിട്ട് വേണം അസ്ർ നമസ്കരിക്കാൻ. അപ്പൊ ആ വാക്ക് മനസ്സിലാക്കിയത് 2 തരത്തിലാണ്. അവിടെ എത്തിയിട്ട് അസ്ർ നമസ്കരിക്കുക എന്ന് പറഞ്ഞതിലൂടെ ഒരു വിഭാഗം മനസ്സിലാക്കി പെട്ടെന്ന് അസ്റിന്റെ സമയത്ത് തന്നെ അവിടെ എത്തണം, വളരെ വേഗത്തിൽ യാത്ര ചെയ്യണം. അങ്ങനെ അവര് അങ്ങനെ മനസ്സിലാക്കി. ചിലർക്ക് എത്താൻ കഴിഞ്ഞില്ല, അസ്ർ നമസ്കാര സമയത്ത് ബനു ഖുറൈള താമസിക്കുന്ന പ്രദേശത്ത് എത്താൻ കഴിഞ്ഞില്ല. അപ്പൊ അവരെന്ത് ചെയ്തു, വഴിയിൽ വെച്ച് തന്നെ അസ്റിന്റെ സമയമായി. ബനു ഖുറൈളയിൽ എത്തുമ്പോൾ അസ്റിന്റെ സമയം കഴിയുമെന്ന് മനസ്സിലായി. വഴിയിൽ വെച്ച് തന്നെ അവർ നമസ്കരിച്ചു. അപ്പൊ അവിടെ എത്തിയിട്ട് അസ്ർ നമസ്കരിക്കണമെന്ന് തങ്ങൾ പറഞ്ഞ വാക്കിനെ അവർ മനസ്സിലാക്കിയത് പെട്ടെന്ന് അവിടെ എത്തണമെന്നാണ്. വഴിയിൽ വെച്ച് നമസ്കാര സമയം കഴിഞ്ഞു പോകുമെന്ന് ഭയപ്പെട്ടാൽ വഴിയിൽ വെച്ച് തന്നെ നമസ്കരിക്കുന്നതിന് വിരോധമില്ല എന്നവർ മനസ്സിലാക്കുകയും ബനു ഖുറൈളയിൽ എത്താതെ തന്നെ അവർ വഴിയിൽ വെച്ച് നമസ്കാരം ഖളാ ആക്കാതെ നമസ്കരിക്കുകയും ചെയ്തു. മറ്റൊരു വിഭാഗം എന്ത് ചെയ്തു, അവിടെ ചെന്നിട്ട് അസ്ർ നമസ്കരിക്കാവൂ എന്ന് പറഞ്ഞാൽ മഗ്‌രിബിന്റെ സമയത്താണ് അവിടെ എത്തുന്നതെങ്കിലും വഴിയിൽ നമസ്കരിക്കരുത്, അവിടെ എത്തിയിട്ട് ഇന്ന് അസ്ർ നമസ്കരിച്ചാൽ മതി. അങ്ങനെ അവർ അവിടെ എത്തിയിട്ടാണ് അസ്ർ നമസ്കരിച്ചത്. മഗ്‌രിബിന്റെ സമയമായി, അസ്റിന്റെ സമയം കഴിഞ്ഞു പോയി. എന്നിട്ടും അവർ വഴിയിൽ അസ്ർ നമസ്കരിക്കാതെ അവിടെ എത്തിയിട്ടാണ് അസ്ർ നമസ്കാരം നമസ്കരിച്ചത്. അപ്പോൾ ചില വിഭാഗം ഖളാ ആക്കാതെ വഴിയിൽ നമസ്കരിച്ചു, ഒരു വിഭാഗം ഖളാ ആക്കി ബനു ഖുറൈളയിൽ നമസ്കരിച്ചു. അവർ റസൂലിനോട് ഈ വിഷയം പറഞ്ഞപ്പോൾ തങ്ങൾ രണ്ടുപേരെയും വിമർശിക്കുകയൊന്നും ചെയ്തില്ല. അപ്പോൾ തങ്ങൾ പറഞ്ഞ വാക്കിൽ രണ്ടിന്റെയും സാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ട് ഗവേഷണപരമായിട്ടാണ് 2 വിഭാഗവും പ്രവർത്തിച്ചത്. അപ്പോൾ അതിനുള്ള അനുവാദം ആ വാക്കിലുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ സഹാബാക്കളുടെ കാലം മുതൽ തന്നെ ഇത്തരത്തിലുള്ള ഈ പ്രവർത്തന ഈ അമലി രംഗത്തുള്ള ഈ വീക്ഷണ വ്യത്യാസങ്ങളും ഗവേഷണവും നടക്കുകയും അത് തങ്ങൾ അംഗീകരിക്കുകയും ചെയ്ത കാര്യമാണ്. അപ്പൊ ഇങ്ങനെ കർമ്മശാസ്ത്ര നിയമങ്ങൾ ഗവേഷണം ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ഉടലെടുത്തു. അപ്പൊ നമ്മൾക്ക് അവിടെ ഏതനുസരിച്ച് ജീവിച്ചാലും മതിയാകുമെന്നുള്ളതാണ്. 4 മദ്ഹബുകളിൽ ഏത് മദ്ഹബുകളെയും പിൻപറ്റുക. പിൽക്കാലത്ത് ഉലമാക്കൾ തീരുമാനമെടുത്തു 4 മദ്ഹബിന്റെ നിയമങ്ങളാണ് രേഖപ്പെടുത്തപ്പെടുകയും വികസിക്കുകയും പടരുകയും വളരുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇനി അതല്ലാത്ത അഭിപ്രായങ്ങൾക്ക് സ്വീകാര്യത പാടില്ല, മറ്റഭിപ്രായങ്ങൾ അനുസരിച്ച് പോകരുത്.
അതുകൊണ്ട് മനുഷ്യരുടെ ചിന്തകളെ നിയന്ത്രിക്കാനും എന്ന് പറഞ്ഞാൽ അനാവശ്യമായ വീണ്ടും അനർഹമായ അർഹതയില്ലാത്തവർ ദീനീ വിഷയങ്ങളിൽ അഭിപ്രായം പറയുകയും ആയത്തുകളെ വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാവാതിരിക്കാനായി 4 മദ്ഹബുകളാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ രേഖപ്പെടുത്തുകയും എല്ലാം ചെയ്തത്. അതിലേതെങ്കിലും ഒന്നനുസരിക്കുക എന്ന നിലയിൽ ഉലമാക്കൾ 4-ാം നൂറ്റാണ്ടിന് ശേഷം ഫത്വ പുറപ്പെടുവിക്കുകയായിരുന്നു. അപ്പോൾ ഈ മദ്ഹബുകൾക്ക് വളരാനും വികസിക്കാനും പുതിയ കാലത്തുണ്ടാകുന്ന വിഷയങ്ങൾക്ക് പുതിയ പുതിയ ആ, കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെയുള്ള ഉസൂലുകൾ അടിസ്ഥാനങ്ങളുണ്ട്. ഈ കാലത്തും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഉണ്ടാവാത്ത പുതിയ പുതിയ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിന്റെ നിയമം എന്താണ് എന്ന് ഉലമാക്കൾ ആലോചിക്കുകയും അവർ അതിന്റെ നിയമങ്ങൾ പറയുകയും ഫത്താവകൾ പുറപ്പെടുവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഗ്രന്ഥരൂപത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മദ്ഹബ് നിഷേധം എന്ന് പറയുന്ന ഒരു സംഭവം ആദ്യകാലം മുതൽ തന്നെ ഉടലെടുത്തിട്ടുണ്ട്. മനസ്സിലാവുന്നില്ല. അപ്പോൾ അത് മദ്ഹബ് നിഷേധം അത് ശരിയായ വാദമല്ല. അല്ലാമ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു ഖയ്യിം ഇവരൊക്കെ ഹംബലി മദ്ഹബിന്റെ ഉലമാക്കളാണ്. ഈ ഇന്ന് മദ്ഹബിനെ നിഷേധിക്കുന്ന ആൾക്കാർ അടിസ്ഥാനപരമായി സ്വീകരിക്കുന്നത് ഇവരുടെയൊക്കെ വാക്കുകളാണ്. അല്ലാമ ഇബ്നു തൈമിയ ഹംബലി മദ്ഹബുകാരനാണ്. റഈസുൽ ഹനാബില എന്നാണ് അദ്ദേഹത്തെ അറിയുന്നത്. പിൽക്കാലത്തെ ഹംബലി മദ്ഹബിന്റെ ആചാര്യൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് തന്നെ. എന്നിട്ട് അദ്ദേഹത്തിന്റെ അനുയായികൾ എന്ന് പറയുന്നവരാണ് എന്ന് മദ്ഹബ് 4 മദ്ഹബിന്റെ ഏതെങ്കിലും ഒന്നിനെ പിൻപറ്റേണ്ട ആവശ്യമില്ല എന്നെല്ലാം പറഞ്ഞ് മനസ്സിലാവുന്നില്ല, ജനങ്ങളെ ആകെ കുഴപ്പത്തിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മദ്ഹബ് നിഷേധം ഉടലെടുത്ത് ആ മദ്ഹബുകളെ അനുകരിക്കേണ്ടതില്ല, അതിനെ അനുസരിക്കേണ്ടതില്ല എന്ന് പറയുന്ന ആൾക്കാർ നിരീശ്വരവാദത്തിലേക്കും നുബൂവത്ത് വാദത്തിലേക്കും അതേപോലെ ഇസ്ലാമിന്റെ പുറത്തേക്കെല്ലാം പോയ ഒരുപാട് സംഭവങ്ങളുണ്ട്. അഹമ്മദ് ഖാദിയാനി നബിയാണെന്ന് വാദിച്ചയാളാണ്. അദ്ദേഹം വൈർ മുഖല്ലിദായിരുന്നു, മദ്ഹബ് നിഷേധിച്ച ആളായിരുന്നു. സ്വന്തമായി ആശയങ്ങൾ കണ്ടുപിടിച്ചൊക്കെ അമൽ ചെയ്ത വ്യക്തിയാണ്. ആദ്യകാലത്ത് മദ്ഹബ് നിഷേധികളുടെ അതേ കൂട്ടത്തിലായിരുന്നു അദ്ദേഹം. പിന്നീട് അദ്ദേഹം നബിയാണെന്ന് വാദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ഇന്ത്യയിൽ തന്നെ അനവധി വ്യക്തികൾ ഇസ്ലാമിക വിരുദ്ധമായ സാഹചര്യങ്ങളിലേക്ക് പോയി, ഹദീസ് നിഷേധത്തിലേക്ക് പോയി. ഇതൊക്കെ ഇപ്പൊ നമ്മുടെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഹദീസ് നിഷേധിയായിരുന്നു. അതുപോലെ മോജിസകൾ, അമാനുഷികമായ കാര്യങ്ങൾ പ്രവാചകനിലൂടെ സംഭവിക്കുന്നതിനെ നിഷേധിച്ചു. അദ്ദേഹമൊക്കെ ഗൈർ മുഖല്ലിദാണ്. ഇമാമിങ്ങളെ അനുകരിക്കുന്നതിനെ നിഷേധിച്ച, തഖ്ലീദിനെ നിരാകരിച്ചവരായിരുന്നു. അതേപോലെ ഖുർആൻ മാത്രം മതി എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങളുമൊക്കെ ആദ്യം അവര് മദ്ഹബിനെ നിഷേധിച്ചതാണ്. പിന്നീടാണ് എന്ത് ചെയ്യുന്നത്, ഹദീസ് നിഷേധത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചരിത്രം പഠിച്ചാൽ നമ്മൾക്ക് ഒരുപാട് സംഭവങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇവിടെ മദ്ഹബിനെ അനുകരിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആനിനെയും സുന്നത്തിനെയും വിട്ടുകളയുക എന്ന അർത്ഥം മനസ്സിലാക്കി കളയരുത്. നമ്മൾ ഖുർആനിനെയും ഹദീസിനെയും അനുസരിച്ച് അതിൽ നിന്ന് നിയമങ്ങൾ മനസ്സിലാക്കിയ ഇമാമിയങ്ങൾ ശരിയായ നിലയിൽ അല്ലെ ഖുർആൻ സുന്നത്തിൽ നിന്ന് നിയമങ്ങൾ മനസ്സിലാക്കാൻ ശേഷിയുള്ള ആ മഹാന്മാർ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് അല്ലെങ്കിൽ ധാരണയിലാണ് അവരെ അനുകരിക്കുന്നത്. അല്ലാതെ അവരുടെ വാക്കുകൾ ദീനാണ് ഷർആണ് എന്ന അടിസ്ഥാനത്തിലല്ല. അവര് ദീനിന്റെ ഹദീസിന്റെ ഖുർആനിന്റെ വെളിച്ചത്തിൽ അതിന്റെ ഗവേഷണത്തിൽ അവര് മിക്കവാറും സത്യത്തിൽ എത്തിയിട്ടുണ്ടാവും എന്നുള്ള ധാരണയാണ്. താൻ അനുകരിക്കുന്ന ഇമാമിനെ പറ്റി അദ്ദേഹം പറയുന്നതെല്ലാം മാത്രമാണ് സത്യം എന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ടല്ല ഇമാമിങ്ങളെ അനുകരിക്കുന്നത്. പിന്നെയോ ആ ഇമാമിന്റെ കണ്ടെത്തൽ ശരിയാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ അനുകരിക്കുന്നു. അള്ളാഹുവിന്റെ നിയമം അദ്ദേഹം മനസ്സിലാക്കിയത് ശരിയാവാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് എനിക്ക് തെളിവ് കണ്ടെത്താനുള്ള ശേഷിയില്ലാത്ത ആളാണ്, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ അനുകരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ് ശരിയാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ. ഇതാണ് തഖ്ലീദ് എന്ന് പറഞ്ഞാൽ. അനുകരണം എന്ന ഈ സ്ഥലത്ത് പറഞ്ഞാലുള്ള ഉദ്ദേശം അത്രയേ ഉള്ളൂ. അല്ലാതെ അള്ളാഹു അല്ലാത്തവരുടെ നിയമം നിർമ്മിക്കാനുള്ള അവകാശം വകവെച്ചു കൊടുക്കുക, ഇത് ഷിർക്കാണ്. ഇനിൽ ഹുക്കുമോ ഇല്ലാലില്ല. ഖുറാനിൽ പറയുന്നത് നിയമങ്ങൾ അള്ളാഹുവിൻ്റെത് മാത്രമാണ്, നിയമനിർമ്മാണം അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അപ്പൊ അതിനെ നിഷേധിക്കലാണ് മദ്ഹബുകളെ അനുകരിക്കൽ എന്നൊക്കെ പറയുന്നത് മഹാമടയത്തരവും വിഡ്ഢിത്തവുമാണ്. കാരണം നമ്മൾ നോക്കിയാൽ ആദ്യകാല മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ മനസ്സിലാകുന്നില്ലേ, അവര്
മദ്ഹബുകളെ പിൻപറ്റിയവരായിരുന്നു, മദ്ഹബുകളെ അനുകരിച്ചിരുന്നവരായിരുന്നു. മഹാപണ്ഡിതന്മാരായി നമ്മൾ കണക്കാക്കുന്ന പൂർവ്വകാല പണ്ഡിതന്മാർ 2-3 പേർ ഒഴിച്ചാൽ എല്ലാവരും മദ്ഹബുകളെ അനുകരിക്കുന്നവരായിരുന്നു. ഈ മഹാന്മാരായ പണ്ഡിതന്മാരുണ്ടല്ലോ, ഇമാം അബു ഹനീഫ, ഇമാം ഷാഫി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇവരെ ഒരു മദ്ഹബിനെ അനുകരിച്ചവരല്ല. അവര് മദ്ഹബിന്റെ ഉള്ളിൽ നിയമങ്ങൾ കണ്ടെത്തുകയും എല്ലാം ചെയ്ത സ്വതന്ത്രരായ ഗവേഷകരായിരുന്നു. അതേപോലെ ഗവേഷണത്തിന് കഴിവുള്ള പണ്ഡിതന്മാർ പോലും ഈ മഹാന്മാരെ മസലകളിൽ അനുകരിക്കുന്ന അവസ്ഥയായിരുന്നു ആദ്യകാലത്തുണ്ടായിരുന്നത്. നമ്മള് അല്ലാമ ലൈസ് ബിൻ സഅദ്, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസ്താദാണ് ലൈസ് ബിൻ സഅദ്. അദ്ദേഹം ധാരാളം മസലകളിൽ ഇമാം അബൂ ഹനീഫയുടെ അഭിപ്രായങ്ങൾ അനുസരിച്ചായിരുന്നു ഫത്വ കൊടുക്കാറുണ്ടായിരുന്നത്. അതേപോലെ മുഹദ്ദിസുകളുടെ തലവനായ അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു തആല അദ്ദേഹം 181 മരണപ്പെട്ട ആളാണ്, ഹിജറ. അദ്ദേഹം ധാരാളം വിഷയങ്ങളിൽ ഇമാം അബൂ ഹനീഫയുടെ അഭിപ്രായങ്ങൾ അനുസരിച്ചായിരുന്നു ഫത്വ കൊടുത്തിരുന്നത്. ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ആദ്യകാലം മുതൽ തന്നെ ഈ ഇമാമികൾ ഗവേഷണങ്ങൾ നടത്തി ഫിഖ് ക്രോഡീകരിച്ച ആ സമയം മുതലുള്ള മഹാന്മാരായ ഉലമാക്കൾ അവരുടെ കർമ്മശാസ്ത്ര മാർഗങ്ങളെ അനുകരിച്ച് ഫത്വ കൊടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു എന്നാണ്. അതേപോലെ വഖീ ഇബ്നുൽ ജറാഹ് എന്ന് പറയുന്ന 197 മരിച്ച അക്കാലത്തെ ഒരു മഹാമുഹദ്ദിസാണ്. അദ്ദേഹം ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസ്താദാണ് വഖീ ഇബ്നുൽ ജറാഹ്. അദ്ദേഹവും ഇമാം അബൂ ഹനീഫയുടെ അഭിപ്രായങ്ങൾ അനുസരിച്ച് ഫത്വ കൊടുത്തിരുന്നു എന്ന് കാണാം. ഇമാം ഹാഫിൽ ദഹബി അദ്ദേഹം പറയുന്നുണ്ട്, കാന യുഫ്തി ബി ഖൗലി അബി ഹനീഫ. ഇമാം അബൂ ഹനീഫയുടെ ഗവേഷണങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കപ്പെട്ട മസലകൾ അനുസരിച്ചിരുന്നായിരുന്നു അദ്ദേഹം ഫത്വ കൊടുക്കാറുണ്ടായിരുന്നത്. അതേപോലെ ഹാഫിൽ ഇബ്നു അബ്ദുൽ ബർ അദ്ദേഹവും എഴുതുന്നുണ്ട്, ഇമാം വഖീ ഇബ്നുൽ ജറാഹിനെ സംബന്ധിച്ച് കാന യുഫ്തി ബി റഅയി അബി ഹനീഫ. ഇമാം അബൂ ഹനീഫയുടെ അഭിപ്രായം അനുസരിച്ചിട്ടായിരുന്നു വഖീ ഇബ്നുൽ ജറാഹ് ഫത്വ നൽകിയിരുന്നത്. അതേപോലെ യഹ്യ ഇബ്നു സഈദുൽ ഖത്താൻ എന്ന് പറയുന്ന 198 മരിച്ച, ഹിജറ 198 വഫാത്തായ, അന്ന് ജീവിച്ചിരുന്ന മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹവും ഹനഫി ഇമാം അബൂ ഹനീഫയുടെ അഭിപ്രായങ്ങൾ അനുസരിച്ച് ഫത്വ കൊടുത്തിരുന്നു. അതേപോലെ യഹ്യ ഇബ്നു മഈൻ, ഇങ്ങനെ ഒരു അക്കാലത്ത് ഇമാം അബൂ ഹനീഫ ഫിഖ് നിർമ്മിച്ച് ഫിഖിന്റെ നിയമങ്ങൾ കണ്ടെത്തി ക്രോഡീകരിച്ച ആ സമയത്ത് തൊട്ടുടനെ ജീവിച്ചിരുന്ന മഹാപണ്ഡിതന്മാരൊക്കെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ അനുസരിച്ച് ഫത്വ കൊടുക്കുകയാണ്. അതേപോലെ ഇമാം അബൂബക്കർ, അദ്ദേഹം 260 മരിച്ചയാളാണ്. അക്കാലത്തെ പ്രസിദ്ധനായ പണ്ഡിതനാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ അഭിപ്രായം അനുസരിച്ചായിരുന്നു അദ്ദേഹം ഫത്വ പറയാറുണ്ടായിരുന്നത്. അതേപോലെ ഇമാം അബൂബക്കർ അൽ മർവസി, ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ അഭിപ്രായങ്ങൾ അനുസരിച്ചായിരുന്നു ഫത്വ നൽകിയിരുന്നത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി 256 മരിച്ച മഹാപണ്ഡിതനാണ്. അല്ലാമ സുബക്കി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അതേപോലെ അല്ലാമ നവാബ് സിദ്ദീഖ് ഹസൻ ഭോപ്പാലി, അദ്ദേഹം ഇന്ത്യയിലെ ഒരു വലിയ പണ്ഡിതനാണ്, ഗൈർ മുഖല്ലിദാണ്. അദ്ദേഹവും പറയുന്നു, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഷാഫിഈ മദ്ഹബിന്റെ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിന്റെ കർമ്മശാസ്ത്ര നിയമങ്ങൾ അനുസരിച്ചായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്, ഫത്വ കൊടുക്കാറുണ്ടായിരുന്നത്. അതേപോലെ ഇമാം അബൂ ദാവൂദ്, അദ്ദേഹം ഇമാം ഷാഫിഈ അല്ലെങ്കിൽ ഹംബലി മദ്ഹബിനെ അനുകരിച്ച് ഫോളോ ചെയ്താണ് അദ്ദേഹം ഫത്വ കൊടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നത്. അതേപോലെ ഇമാം നസായി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തെ സംബന്ധിച്ചും ഫിഖ് ഷാഫിഈ മദ്ഹബിനെ അനുകരിച്ചിരുന്ന ആളായിരുന്നു എന്ന് ചരിത്രകാരന്മാർ എഴുതുന്നുണ്ട്. അതേപോലെ ഇമാം തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഇമാം അബൂ ഹനീഫയെ ഫോളോ ചെയ്തയാളാണ്. ഇമാം തഹാവി ഹിജറ 321 മരിച്ച ആ കാലത്തെ വളരെ പ്രശസ്ത പണ്ഡിതനാണ്. ഇങ്ങനെ നോക്കിയാൽ ആ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന പണ്ഡിതന്മാരെല്ലാവരും തന്നെ ഈ 4 മദ്ഹബിൽപ്പെട്ട ഏതെങ്കിലും മദ്ഹബുകളെ അനുകരിക്കുകയും പിന്നെ ആ നിലയിൽ കൂടി ഇനി അവർക്ക് സ്വന്തമായി ഗവേഷണം ചെയ്യാൻ പറ്റുന്ന ഉറപ്പുള്ള മസലകളിൽ അവർ സ്വന്തമായി കണ്ടെത്തുകയും ഫത്വകൾ പറയുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ അത്തരത്തിൽ ഇല്ലാത്ത മസലകളിൽ അവരെല്ലാം ഇമാമിയങ്ങളെ അനുകരിച്ചവരാണ്. ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി 458 മരണപ്പെട്ട വലിയ മുഹദ്ദിസാണ്. അദ്ദേഹം ഷാഫിഈ മദ്ഹബുകാരനാണ്.
ഇങ്ങനെ നോക്കിയാൽ ഒരുപാട് പണ്ഡിതന്മാരെ നമുക്ക് കണ്ടെത്താം. ഇമാം ബഗവി ഷാഫിഈയാണ്. ഇമാം ഇബ്നു അസാക്കിർ ഷാഫിഈ മദ്ഹബുകാരനാണ്. അബൂബക്കർ ഹാസിമി, അതേപോലെ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മഹുല്ലാ ഹംബലി മദ്ഹബിനെ ഫോളോ ചെയ്തതാണ്. ഹാഫിൽ ഇസുദ്ദീൻ അബ്ദുസ്സലാം ഷാഫിഈ മദ്ഹബിനെ അനുകരിച്ച ആളാണ്. അതേപോലെ ഇബ്നു സലാഹ് ഇൽമുൽ ഹദീസിൽ വലിയ പാണ്ഡിത്യം ഉണ്ടായിരുന്ന അല്ലാമ ഇബ്നു സലാഹ് റഹ്മഹുല്ലാ ഷാഫിഈ മദ്ഹബുകാരനാണ്. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഷാഫിഈ മദ്ഹബിനെ ഫോളോ ചെയ്തതാണ്. ഇങ്ങനെ നമ്മൾക്ക് എണ്ണിയാലൊടുങ്ങാത്ത പൂർവ്വകാല പണ്ഡിതന്മാരൊക്കെ മറ്റ് ഏതെങ്കിലും മദ്ഹബുകളെ ഫോളോ ചെയ്തതായി 4 മദ്ഹബിന്റെ അടിസ്ഥാന കാര്യങ്ങളാണ് വ്യാപിച്ചത്. അതുകൊണ്ട് ഈ 4 മദ്ഹബിൽ ഏതെങ്കിലുമൊക്കെ അനുകരിച്ചുകൊണ്ടാണ് അവർ ജീവിച്ചത്. ഇമാം സൈലഈ ഹനഫി മദ്ഹബുകാരനായിരുന്നു. ഇമാം ഹാഫിദ് ഖുത്ലുബുഗ ഹനഫി മദ്ഹബിനെ അനുകരിച്ചാണ്. ഇബ്നു ഹജർ അസ്ഖലാനി ബുഖാരിയുടെ ഏറ്റവും വലിയ ഷാരിഹായി ലോകത്ത് അറിയപ്പെടുന്ന ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഷാഫിഈ മദ്ഹബിനെ ഫോളോ ചെയ്തതാണ്. അതേപോലെ നമ്മൾ പറയുന്ന ഈ തഖ്ലീദ് വേണ്ട എന്നും അത് തെറ്റാണെന്ന് പറയുന്ന ആൾക്കാരൊക്കെ അനുകരിക്കുന്ന അല്ലാമ ഇബ്നു തൈമിയ, അല്ലാമ ഇബ്നുൽ ഖയ്യിം, ഇവർ രണ്ടുപേരും ഹംബലി മദ്ഹബിനെ ഫോളോ ചെയ്തവരാണ്. അതേപോലെ അബ്ദുൽ വഹാബ് നജ്ദി റഹിമഹുല്ലാ അല്ലേ, അദ്ദേഹമൊക്കെ നഹ്നു ഐദൻ ഫിൽ ഫുറൂഇ അലാ മദ്ഹബിൽ ഇമാമി അഹ്മദ് ബിൻ ഹംബൽ, ഞങ്ങൾ അഹ്മദ് ബിൻ ഹംബൽ എന്ന ഇമാമിന്റെ മദ്ഹബിനെ അനുകരിച്ചു പോകുന്നവരാണ് എന്ന് അവർ തന്നെ പറയുകയാണ്. വലാ നുൻകിറു അലാ മൻ ഖല്ലദൽ അഇമ്മത്തുൽ അർബഅ, 4 ഇമാമിങ്ങളെ ഫോളോ ചെയ്യുന്നവരെ ഞങ്ങൾ വിമർശിക്കുന്നില്ല, അതിനെ എല്ലാവരെയും അനുകരിക്കാവുന്നതാണ്. മറ്റ് മദ്ഹബുകൾ, 4 അല്ലാത്ത മദ്ഹബുകൾ ഏതെങ്കിലുമൊക്കെ ഇമാമികളുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കപ്പെടാത്തത് കൊണ്ട് അതിനെ അനുകരിക്കുന്നത് നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നൊക്കെ അബ്ദുൽ വഹാബ് നജ്ദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ എഴുതിയ ഗ്രന്ഥങ്ങൾ. ആകെ ചുരുക്കത്തിൽ ഇതൊരു അനിവാര്യതയായി രൂപപ്പെടുകയും അങ്ങനെ മദ്ഹബുകളെ അനുകരിക്കുക എന്നുള്ള ഈ സമ്പ്രദായം, സംവിധാനം ആദ്യകാലം മുതൽ തന്നെ. കാരണം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? മദ്ഹബുകളെ അനുകരിക്കാതിരുന്നാൽ സംഭവിക്കുന്നത് പിന്നെ നമ്മുടെ ഇച്ഛകളെ അനുകരിക്കലാണ്. പല പല അഭിപ്രായങ്ങൾ ദീനിൽ രൂപപ്പെടുന്നു. അപ്പൊ അതിൽ ഏതെങ്കിലുമൊക്കെ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടാനുസരണം എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുന്നു എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഇന്നിപ്പം മദ്ഹബ് നിഷേധിക്കുന്നവർ പോലും അവര് മദ്ഹബുവാദികൾ തന്നെയാണ്. 4 മദ്ഹബിനെ അനുകരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാത്ത നിശ്ചിതമായ ക്ലിപ്തമായ അഭിപ്രായം ദീനി വിഷയങ്ങളിൽ അവർക്കുണ്ട്. എല്ലാവരും ഈ മദ്ഹബ് നിഷേധികളായ ആൾക്കാർ ഒരേ അഭിപ്രായമാണ് ഫിഖ്ഹി വിഷയങ്ങളിൽ പറയുന്നത്. അപ്പൊ ഏതടിസ്ഥാനത്തിലാണത്? അവർ ഇമാമായി അംഗീകരിക്കുന്ന കുറച്ചു പേരുണ്ട്. അവര് ഇബ്നു ഹസം ലാഹിരി, അല്ലെങ്കിൽ ദാവൂദ് ലാഹിരി, അല്ലെങ്കിൽ അല്ലാമ ഷൗക്കാനി പോലുള്ള കുറച്ചു പേര് മദ്ഹബുകളെ അനുകരിക്കാതിരുന്ന ആൾക്കാർ, അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞവർ. അപ്പൊ അവരുടെ കർമ്മശാസ്ത്ര നിയമങ്ങൾ ക്രോഡീകരിച്ചിട്ടുണ്ട്, അതിനെയാണ് ഈ കൂട്ടർ അനുകരിക്കുന്നത്. അല്ലാതെ മദ്ഹബ് വേണ്ട എന്ന് പറഞ്ഞിട്ട് സ്വതന്ത്രമായി ഖുറാനിൽ നിന്ന് നിയമങ്ങൾ കണ്ടുപിടിക്കുകയോ അതേപോലെ ഹദീസിൽ നിന്ന് സ്വതന്ത്രമായി കണ്ടുപിടിക്കാനുള്ള ശേഷി ഇവർക്ക് ആർക്കാണുള്ളത്? ഒരു ശേഷിയുമില്ലാത്ത സാധാരണക്കാരാണ് ഇവിടെ ഗൈർ മുഖല്ലിദുകൾ, മദ്ഹബ് നിഷേധികളായിട്ട് ഇവിടെ ഉള്ളത്. അവരാരെയാണ് അനുകരിക്കുന്നത്? അവർ ഇമാമിങ്ങളായി കരുതുന്ന കുറച്ചു പേരെ അവരനുകരിക്കുന്നു. അവർ കർമ്മശാസ്ത്രം ക്രോഡീകരിച്ചിട്ടുണ്ട്, അതിനെ അനുകരിക്കുന്നു. ഇങ്ങനെ അനുകരണമില്ലാതെ ദീനി വിഷയത്തിൽ ആർക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല. ബാഹ്യമായ തൊഴിലുകളിൽ പോലും അനുകരണം വേണം, അല്ലെ? ഒരു തട്ടാനാകുന്നത് ഒരു തട്ടാനിൽ നിന്ന് തട്ടാപ്പണി പഠിച്ചിട്ടാണ്. ഒരു കൊല്ലനാകുന്നത് അതേപോലുള്ള ഒരു നല്ല ഒരാളെ കൂടെ കൂടി പഠിച്ചുകൊണ്ടാണ്. അനുകരണമാണ് എല്ലാ കാര്യങ്ങളിലും, തൊഴിലുകളിലും മറ്റുമെല്ലാം അനുകരണം. അപ്പൊ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ മനസ്സിലാക്കുന്ന വിഷയത്തിൽ സ്വന്തം ഞാൻ പോന്നവനാണ്, മതിയായവനാണ്, എനിക്കെല്ലാം ഖുറാനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്ര ശേഷി പാഠവും എനിക്കുണ്ട് എന്ന് വാദിക്കുക എന്ന് പറയുക, അങ്ങനെ വാദിച്ചാലല്ലേ അനുകരിക്കാതിരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ അത് സാധാരണ മനുഷ്യർക്ക് കഴിയുന്ന കാര്യവുമല്ല. പിന്നെ എങ്ങനെ അനുകരണം തെറ്റാണ് എന്ന് പറയാൻ കഴിയും? അതുകൊണ്ട് നിർബന്ധമായും മനസ്സിലാകുന്നില്ലേ, മദ്ഹബുകളിൽ ക്രോഡീകരിക്കപ്പെട്ട മദ്ഹബിനെപ്പെട്ട ഏതെങ്കിലും ഒന്നിനെ ഫോളോ ചെയ്തില്ല എങ്കിൽ മനുഷ്യൻ അബദ്ധങ്ങളിൽ പോയി ചാടും. അവൻ അമൽ ചെയ്യാൻ ഒരു വഴിയും കാണുകയില്ല. പിന്നെ അവൻ ഏതെയും പറയപ്പെട്ട കേൾക്കപ്പെട്ട അഭിപ്രായങ്ങളിൽ തന്റെ ഇച്ഛയ്ക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും അഭിപ്രായങ്ങൾ അനുസരിച്ച് ഓരോരോ കാര്യങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടേ പോകും.
ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. തനിക്ക് എളുപ്പം ഏതാണോ അതനുകരിക്കും. അപ്പോൾ താൻ ദീനിനെ അല്ല അനുസരിക്കുന്നത്, തന്റെ ഇച്ഛകളെയാണ്, തന്റെ താല്പര്യങ്ങളെയാണ്, തന്റെ ഇഷ്ടങ്ങളെയാണ് താൻ അനുകരിക്കുന്നത് എന്നതിലേക്ക് പോകും. അള്ളാഹുവിന്റെ ദീനിനെ അനുകരിച്ചവനാകാൻ പറ്റുകയില്ല. അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അന്വേഷിച്ചു പോയാൽ അല്ലെ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ കഴിയും. അതിന്റെ ഏതെങ്കിലും തനിക്ക് എളുപ്പമുള്ളത് ഏതാണെന്ന് നോക്കും, പിന്നെ അതനുസരിച്ച് അവൻ പ്രവർത്തിക്കും. അപ്പൊ അള്ളാഹുവിനെ അനുസരിക്കലല്ല, അവന്റെ ഇച്ഛകളെ അനുസരിക്കലായി പോകും. അതുകൊണ്ടാണ് നാലും ശരിയാണ് എങ്കിലും നാലിൽ ഏതെങ്കിലും ഒന്ന് തന്നെ നമ്മൾ പിൻപറ്റണം എന്ന് പറയാൻ കാരണം അതാണ്. നാലും ശരിയാകാൻ സാധ്യതയുള്ളത് എന്നാണ് നാല് കൂട്ടരും വിശ്വസിക്കേണ്ടത്. ശരിയാണെന്ന് ഉറപ്പിക്കരുത്, ശരിയാകാൻ സാധ്യതയുണ്ട് നിയമങ്ങൾ കണ്ടുപിടിച്ചതിൽ. അപ്പൊ നാലിൽ ഏത് വേണമെങ്കിലും അനുകരിച്ചുകൂടെ? ഇല്ല. അപ്പോൾ അപ്പോഴും നമ്മുടെ ഇച്ഛകൾ അനുസരിച്ച് പോകുന്ന അവസ്ഥ വരും. ഓരോ മദ്ഹബിലും തനിക്ക് എളുപ്പമുള്ളത് ഏതാണെന്ന് അന്വേഷിച്ച് നടക്കുന്ന അവസ്ഥ വരും. അതുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞു, നാലിൽ ഏതെങ്കിലും ഒരു മദ്ഹബിനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് സാധാരണക്കാരെ സംബന്ധിച്ച് നിർബന്ധമായിട്ടുള്ളത്. അതാണ് നമ്മൾക്ക് സുരക്ഷയുടെ വഴി. പിന്നെ മദ്ഹബുകളിൽ ഉള്ള എന്താ പറയുക, ബിദാത്തുകള് ഖുറാഫാത്തുകളൊക്കെ വരുന്നു. മദ്ഹബിന്റെ പേരിലാണ് ഇതെല്ലാം പ്രചരിപ്പിക്കപ്പെടുന്നത് എന്നൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അപ്പൊ അതൊരു സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. ദീനിൽ ഇല്ലാത്ത കാര്യങ്ങൾ മദ്ഹബിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ്. അത് മദ്ഹബിന്റെ ഉള്ളിലുള്ള ഉലമാക്കൾ തന്നെ ആ വിഷയങ്ങളിൽ എന്ത് ചെയ്യണം, കൃത്യമായ നിലപാടുകൾ ഉണ്ടാക്കിയെടുക്കുകയും സമൂഹത്തിന് വഴികാട്ടികളാവുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് മദ്ഹബിന്റെ പേരിൽ വിദാത്തുകളും തോന്നിവാസങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അപ്പൊ മദ്ഹബ് നിഷേധം വളർന്നു വരുന്നതിനും അങ്ങനെ ദീൻ തന്നെ നിഷേധിക്കുന്നതിലേക്ക് ജനങ്ങൾ പോകുന്നതിനും നമ്മൾ തന്നെ കാരണക്കാരായി മാറും. വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണിത്. അപ്പൊ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഗ്രന്ഥങ്ങൾ എഴുതുകയും പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. അതുകൊണ്ട് മദ്ഹബിനെ നിഷേധിക്കുകയും അതിലൂടെ ദീനിനെ തന്നെ നിഷേധിക്കുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് സമൂഹം ചെന്നെത്താതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഏതെങ്കിലും ഒരു മദ്ഹബിനെ പൂർവ്വകാല പണ്ഡിതന്മാർ അനുകരിച്ചതുപോലെ നമ്മളും തീർച്ചയായിട്ടും അനുകരിക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ നമ്മളൊരു ബോധവാന്മാരാകേണ്ടതുണ്ട്, അല്ലെ? നമ്മളൊക്കെ ഒന്നുകിൽ ഷാഫിഈ മദ്ഹബിനെ അല്ലെങ്കിൽ ഹനഫി, ഇമാം അബൂ ഹനീഫ ഹനഫി മദ്ഹബിനെയൊക്കെ അനുകരിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ ഈ അനുകരണം എന്ത് എന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടി നമ്മൾക്ക് പറയാൻ കഴിയണം. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ, ഈ വിഷയത്തിൽ പുസ്തകങ്ങൾ മലയാളത്തിലൊക്കെ രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെ കൂടുതൽ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അതനുസരിച്ച് അല്ലെ നമ്മൾ ജീവിക്കുകയും ചെയ്യണം. അതുകൊണ്ട് ഇന്ന് നമ്മുടെ മേഖലയിലൊക്കെ മദ്ഹബ് നിഷേധം വ്യാപകമായി വരുന്നുണ്ട്. അത് അല്ലെ അതിനോടുള്ള വെറുപ്പ് കുറഞ്ഞു പോവുകയും അതിലേക്ക് ആള് ഓടിക്കൂടുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷമൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മദ്ഹബുകളെ സ്വീകരിക്കുകയും അതിനെ കൃത്യമായി മനസ്സിലാക്കുകയും അതിലൂടെ കടന്നു വരുന്ന ബിദാത്തുകൾ, ഖുറാഫാത്തുകൾ, തോന്നിവാസങ്ങളെ സംബന്ധിച്ച് നമുക്ക് വിശ്വാസമുള്ള പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യുകയും ചെയ്യണം. അതുകൊണ്ട് അപ്പാടെ മദ്ഹബിനെ നിഷേധിക്കുകയും അബദ്ധത്തിൽ ചെന്ന് ചാടുകയും അല്ല ചെയ്യേണ്ടത് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം ഉണർത്തുകയാണ്. അള്ളാഹു താല സത്യത്തിൽ ഇറച്ചു നിൽക്കുവാനും അതിന്റെ വാഹകരാകാനും അതിന്റെ പ്രചാരകരാകാനും ഒക്കെയുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ. വഴികേടിൽ നിന്ന്, തിന്മയിൽ നിന്ന് ഇസ്ലാമിന് കോട്ടം തട്ടുന്ന അല്ലെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് ഇൻഷാ അല്ലാഹ് ഇവിടെ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
وبركاته.